ഓം ശാന്തി. ഞാൻ മനസ്സും ബുദ്ധിയും സ്വയം തന്നിലേക്ക് തിരിക്കുകയാണ്. ഞാനൊരു പ്രകാശ ബിന്ദു ആത്മാവാണ്. ശാന്തമായ ശീതളമായ പ്രകാശം. ഞാൻ ഈ ശരീരത്തിൽ നിന്നും വേറിട്ട് ഒരു ദിവ്യ ചുവപ്പ് പ്രകാശം നിറഞ്ഞ എൻ്റെ വീടായ പരമധാമത്തിലേക്ക് ഉയരുകയാണ്. ഇത് നിശബ്ദതയുടെ ലോകമാണ്, സമ്പൂർണ്ണ പവിത്രതയുടെ ലോകം. നിസ്സങ്കൽപ്പസ്ഥിതിയിൽ ഞാൻ ഈ ലോകത്തിലിരിക്കുന്നു. എൻ്റെ മുന്നിൽ എൻ്റെ പ്രിയപ്പെട്ട ബാബ പ്രത്യക്ഷമാകുന്നു. പരമാത്മാവിനെ സ്നേഹത്തിൻ്റെ മഹാസമുദ്രമായി അനുഭവം ചെയ്യുന്നു. ഇന്ന് ബാബ എൻ്റെ മുന്നിൽ ഒരു പ്രത്യേക രൂപത്തിലാണ്. അദ്ഭുത കടക്കാരനായി, അദ്ഭുത ദിവ്യ വ്യാപാരിയായി എൻ്റെ മുന്നിൽ അനുഭവം ചെയ്യുന്നു. ബാബയുടെ ഈ കട സാധാരണമല്ല, ആത്മീയ നിധികൾ നിറഞ്ഞതാണ്. അപരിമിത നിധികൾ നിറഞ്ഞിരിക്കുന്നു. ഇവിടെ ഭൗതിക വസ്തുക്കളൊന്നുമില്ല, ദിവ്യ ഗുണങ്ങൾ മാത്രം. ഞാൻ ബാബയുടെ അതിസമീപമിരിക്കുന്നു. ബാബ എന്നെ അനന്ത സ്നേഹത്തോടെ നോക്കുന്നു. സ്നേഹം നിറഞ്ഞ ദൃഷ്ടി എന്നിൽ പതിയുന്നു. ബാബ പറയുന്നു, കുഞ്ഞെ, നിനക്ക് വേണ്ടതെടുക്കൂ, എല്ലാം സൗജന്യമാണ്. ഞാൻ ചുറ്റുപാടും നോക്കി. അവിടെ ശാന്തിയും സമാധാനവും മൃദുവായ പ്രകാശമായി തിളങ്ങുന്നു. സ്നേഹം ആശ്വാസവും കുളിർമയും നൽകുന്നു. സന്തോഷത്താൽ മിന്നുന്നു. ശക്തി ഉറച്ചതും അചഞ്ചലവുമാക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു, ഇതെല്ലാം എൻ്റെ സ്വഭാവ ഗുണങ്ങളായിരുന്നു. പക്ഷേ ഞാനെല്ലാം മറന്നുപോയിരുന്നു. ബാബ സ്നേഹത്തോടെ പറയുന്നു, എല്ലാം എടുത്തോളൂ. ഞാൻ ഹൃദയം തുറന്ന് എല്ലാം വീണ്ടും സ്വീകരിക്കുന്നു. എൻ്റെ ഓരോ ശ്വാസവും ശാന്തമാകുന്നു. ഗുണങ്ങൾ എൻ്റെ ചിന്തകളിൽ നിറയുന്നു. ശുദ്ധവും നിബന്ധനകളില്ലാത്തതുമായ സ്നേഹം ഞാൻ സ്വീകരിക്കുന്നു. ഇതെന്നിൽ നിറഞ്ഞ് പുറത്തേക്കൊഴുകുന്നു. ഞാൻ ശക്തി സ്വീകരിക്കുന്നു. നേരിടാനുള്ള ശക്തിയും മാറ്റം വരുത്താനുള്ള ശക്തിയും സഹനശക്തിയും എന്നിൽ നിറയുന്നു. ബാബ വീണ്ടും പറയുന്നു, കുട്ടി, സ്വീകരിക്കൂ, പങ്കിടുകയും ചെയ്യൂ. ഞാൻ ആത്മീയ സേവകനാകുന്നു. ബാബയുടെ കട അപരിമിതമാണ്. എത്ര എടുത്താലും കുറയുന്നില്ല.
എൻ്റെ വ്യാപാരിയായ ബാബയോട് വളരെ നന്ദിയുണ്ട്. ഞാൻ പതുക്കെ പതുക്കെ ശരീരബോധത്തിലേക്ക് മടങ്ങുന്നു. പക്ഷേ ഈ നിധികളെ ഞാൻ കൂടെ കൊണ്ടുപോകുന്നു. ഞാൻ ദാതാവാകുന്നു. ബാബയുടെ കട അത്ഭുതകരമായ കടയാണ്. ഇതിൽ സർവ്വതും ലഭിക്കുന്നു. ഈ കടക്കാരനെ ആർക്കും കോപ്പി ചെയ്യാൻ സാധ്യമല്ല. ബാബ സ്വയം സർവ ഖജനാവുകളുടെയും ഭണ്ഡാരമാണ്. ജ്ഞാനം, ശാന്തി, പവിത്രത, സർവ ഗുണങ്ങളുടെയും ഭണ്ഡാരമാണ്. ഞാൻ പരിധിയില്ലാത്ത അച്ഛന്റെ മുന്നിലിരിക്കുന്നു. പരിധിയില്ലാത്ത ജ്ഞാനം കേൾക്കുന്നു. കൽപ്പകൽപ്പം സംഗമയുഗത്തിൽ ബാബ വന്ന് എല്ലാ സമ്പത്തും നൽകി തിരിച്ചു പോകുന്നു. ബാബയിൽ നിന്നും ലഭിക്കുന്ന സുഖം, ശാന്തി, പവിത്രതയുടെ സമ്പത്ത് എല്ലാവർക്കും കൊടുക്കണം. ആദ്യം ദാനം നൽകി പിന്നീട് പവിത്രമായി മാറണം. പിന്നീട് അവിനാശിയായ ജ്ഞാനധനത്തിന്റെ ദാനം ചെയ്യണം. ഞാൻ ദേവതകളെ പോലെ മധുരമുള്ളവരായി മാറുന്നു. ബാപ്പ് ദാദയോട് പ്രതിജ്ഞ ചെയ്ത് അത് സദാ ഓർമ്മയിൽ വെക്കുകയും ബാബയുടെ ഓർമ്മയിലിരുന്ന് വികർമ്മം വിനാശമാക്കുകയും ചെയ്യുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. നിമിത്ത ഭാവത്തിന്റെ സ്മൃതിയിലൂടെ തന്റെ ഓരോ സങ്കല്പങ്ങളിലും അറ്റൻഷൻ വെക്കുന്ന നിവാരണ സ്വരൂപമാകുന്നു. തന്റെ സങ്കല്പങ്ങൾ, വാക്ക്, കർമ്മം എന്നിവയിൽ പ്രത്യേക ശ്രദ്ധ നൽകി നിവാരണ സ്വരൂപമായി മാറുന്നു. ആരിലാണോ തന്റെ ഗുണങ്ങളെയും വിശേഷതകളെയും കുറിച്ച് അഭിമാനമില്ലാത്തത് അവരാണ് ജ്ഞാനിത്വ ആത്മാക്കൾ. ബാബ അവ്യക്ത സൂചന നൽകുന്നു. ഉള്ളിലുള്ള സംസ്കാരങ്ങളെ സരളവും നമ്രചിത്തവുമാക്കി മാറുമ്പോൾ മധുരത എന്ന ഗുണമുണ്ടാകുന്നു. മധുരതയും നമ്രതയും എന്ന രണ്ട് വിശേഷ ധാരണകളിലൂടെ സദാ വിശ്വകല്യാണകാരിയും മഹാദാനിയുമായി മാറാൻ കഴിയും. സഹജമായി സ്നേഹത്തിന്റെ തെളിവ് നൽകാനാകുന്നു. ഓം ശാന്തി.